പ്രിയ കുട്ടികളെ, നമ്മളിനി ചാപ്റ്റർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. സീക്വൻസ് ആൻഡ് സീരീസ് കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നാന്ന് കൃത്യം അറിയാവുന്നതാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ax² + bx + c = 0. അപ്പോൾ അത് സോൾവ് ചെയ്ത് എക്സ് എന്ന വേരിയബിളിന് 2 വില കണ്ടുപിടിക്കും. അതിനുള്ള ഫോർമുലയും നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. x = -b ± √b² - 4ac/2a. അങ്ങനെയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും ഇതിൽ പഠിക്കാനുണ്ട്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സും ഉണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യയുടെ റൂട്ടാണ്. നെഗറ്റീവ് സംഖ്യയ്ക്ക് റൂട്ട് ഇല്ല എന്നാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നെഗറ്റീവ് സംഖ്യയ്ക്ക് റൂട്ടുണ്ട്. നെഗറ്റീവ് സംഖ്യയുടെ റൂട്ടാണ് കോംപ്ലക്സ് നമ്പർ. നിങ്ങൾ വലിയ ക്ലാസ്സിൽ വന്നിട്ട് അത് പറയാമെന്ന് വിചാരിച്ചായിരിക്കും ചെറിയ ക്ലാസ്സിൽ നെഗറ്റീവ് സംഖ്യ റൂട്ടില്ല, പോസിറ്റീവ് സംഖ്യ റൂട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പോകുന്നത്. അവന് നെഗറ്റീവ് സംഖ്യയുടെ റൂട്ടിനാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ -1 റൂട്ടാണ് i എന്ന അക്ഷരം വഴി സൂചിപ്പിക്കുന്നത്. ആ i ഉപയോഗിച്ച് ബാക്കി ഏത് നെഗറ്റീവ് സംഖ്യയുടെയും റൂട്ട് നമുക്ക് പറയാൻ പറ്റും ഐയുടെ ടേംസിൽ. അപ്പോൾ i ഉള്ള നമ്പറാണ് കോംപ്ലക്സ് നമ്പർ. ദ ഇമാജിനറി നമ്പർ i എന്ന് വെച്ചാൽ ഇമാജിനറി നമ്പർ എന്ന ഇമാജിനറി എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരം i = √(-1). അപ്പോൾ i എന്ന് കൊടുത്തിരിക്കുന്നത് -1ൻ്റെ റൂട്ടിനാണ്. i² അപ്പോൾ -1 ആണ്. ഇനി നമുക്ക് -2ൻ്റെ റൂട്ട് കാണാം, -5ൻ്റെ റൂട്ട് കാണാം, അങ്ങനെ ഏതിൻ്റെയും റൂട്ട് കാണാവുന്നതാണ്. -1ൻ്റെ റൂട്ടാണ് i. അപ്പോൾ -2ൻ്റെ റൂട്ട് √2 × -1 വന്നിട്ട് √2i എന്ന് വരും. -3ൻ്റെ റൂട്ട് √3i എന്ന് വരും. അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഐയുടെ വില √-1 അല്ലെങ്കിൽ √-1 ആണ് i എന്നും i² -1 ആണെന്നും പഠിച്ചു വയ്ക്കുക. രണ്ട് സൈഡ് സ്ക്വയറിങ് ചെയ്യുമ്പോൾ i² -1 ആണെന്ന് പഠിക്കുക. ഇനി നമ്മൾ i⁻⁴ ഏത് പവർ വന്നാലും അതിൻ്റെ വില കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല പഠിക്കുവാണ്. i⁻⁴k, k ഇൻറ്റിജറാണ്. 4ൻ്റെ മൾട്ടിപ്പിൾ ഒരു ഇൻറ്റിജറിൻ്റെ കൂടെ 4 കൊണ്ട് ഗുണിച്ചാൽ 4ൻ്റെ മൾട്ടിപ്പിൾസ് വന്നാൽ i⁻⁴k 1 ആണ് എപ്പോഴും. അപ്പോൾ 4 × 1 i⁻⁴ വന്നാലും i⁻8 വന്നാലും i⁻12 വന്നാലും i⁻16 വന്നാലും i⁻20 വന്നാലും 4ൻ്റെ മൾട്ടിപ്പിൾ ഏത് വന്നാലും i⁻ വന്നാൽ ആൻസർ 1. i⁻⁴k + 1, അതായത് 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ ഒരു ഒന്നും കൂടെ കൂട്ടുന്നതാണ് ആ പവറെങ്കിൽ അപ്പോൾ i⁻16 + 1 i⁻17. അതുപോലെ 21, 4ൻ്റെ മൾട്ടിപ്പിൾ 20യുടെ കൂടെ ഒന്ന് കൂട്ടിയത്. അതുപോലെ 25, 4ൻ്റെ മൾട്ടിപ്പിൾ 24ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയത്. അങ്ങനെ വരുന്നത് i ആണ്. i⁻⁴k + 1 i. i⁻⁴k + 2, 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 2 കൂട്ടുന്ന പവർ വരുന്നത്. അതായത് 12ൻ്റെ കൂടെ 2 14 വന്നാൽ 12 4ൻ്റെ മൾട്ടിപ്പിളാണ്. പിന്നെ 2 കൂടെ കൂട്ടി 14 വന്നാൽ i⁻14. അതുപോലെ 20 4ൻ്റെ മൾട്ടിപ്പിളാണ്. 2 കൂട്ടി 22 വന്നാൽ i⁻22 -1 ആണ്. ഇനി i⁻⁴k + 3, 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 3 കൂട്ടുന്നത്. 4ൻ്റെ മൾട്ടിപ്പിൾ തന്നെയുള്ള 4, 3 കൂട്ടുമ്പോൾ 7, i⁻7 ഒക്കെ വരുമ്പോൾ -i. അങ്ങനെ ആൻസർ നോക്കിയേ, 1 1 i -1 -i. ആ ഓർഡറിൽ പഠിച്ചു വയ്ക്കണം. 1 i -1 -i, 1 i -1 -i, i⁻⁴k 1, i⁻⁴k + 1 i, i⁻⁴k + 2 -1, i⁻⁴k + 3 -i, k ഇൻറ്റിജർ. അത് വെച്ചാണ് നമ്മൾ ഈ പല വിലയും കണ്ടുപിടിക്കുന്നത്. i⁻48, i⁻51, i⁻−50 ഒക്കെ കാണാൻ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും. i⁻48 എന്ന് പറയുമ്പോൾ നമ്മൾ i⁻4 × 12 ആണെന്ന് പിടികിട്ടി. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിളാണ്. i⁻4k എന്ന രൂപമാണ്. അപ്പോൾ ആൻസർ 1. i⁻51 എന്ന് പറയുമ്പോൾ i⁻4 × 12 + 3 ആണെന്ന് നമുക്ക് മനസ്സിലാവും. 48 + 3 ആണ് 51. അപ്പോൾ i⁻4k + 3 രൂപം. അപ്പോൾ നമ്മൾ പഠിച്ചത്
4k പ്ലസ് 1 4k പ്ലസ് 2 4k പ്ലസ് 3 വരെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അവസാനത്തെയാണത് 4k പ്ലസ് 3, അതായത് -i. നമ്മൾ ആൻസറിൻ്റെ ഓർഡർ പഠിച്ചു വെച്ചിട്ടുണ്ട് 1i -1 -i. അപ്പോൾ അവസാനത്തത് 4k പ്ലസ് 3 രൂപം വന്നാൽ i4k പ്ലസ് 3 രൂപം വന്നാൽ -i. i-50 i4 × -13. അപ്പോൾ നിങ്ങൾ ചോദിക്കും 48 എടുത്താൽ പോരെ, -48. 4 × -12 പോരെ. പക്ഷേ -48 എടുത്താൽ -2 കൂടിയാണ് വേണ്ടേ. നമുക്ക് ഒരിടത്തും മൈനസ് ഇട്ടില്ല. +1 +2 +3 അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ i−52 4 × -13 ചെയ്യുമ്പോൾ -52 വന്നിട്ട് +2 അങ്ങനെ -50 ആക്കണം. കാരണം ഇവിടെ കൂട്ടാനേ പറ്റുള്ളൂ. i4 × -13 + 2 i4k + 2 i4k + 2. അപ്പോൾ അത് 1 2 മൂന്നാമത്തെയാണ് i4k + 2. അപ്പോൾ 1i -1 -i എന്നാണ്. അപ്പോൾ -1 ആണ് ആൻസർ. ഈ രൂപമാണ് 1i -1 -i രൂപമാണ്. ഓർഡറാണ് ആൻസർ. അപ്പോൾ ഈ രൂപത്തിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ അത് -1 ആണ് ആൻസർ. എ നമ്പർ ഓഫ് ദ ഫോം a + ib ഈസ് എ കോംപ്ലക്സ് നമ്പർ. a and b ആർ റിയൽ നമ്പേഴ്സ്. അപ്പോൾ i ഉള്ള നമ്പറാണ് കോംപ്ലക്സ് നമ്പർ. പക്ഷേ a + ib രൂപം വേണം കോംപ്ലക്സ് നമ്പറിൽ. എയും ബിയും റിയൽ നമ്പേഴ്സും i ഈ √-1 വില വരുന്ന ഇമാജിനറി നമ്പറുമാണ്. a + ib രൂപത്തിൽ വരുന്ന ഒരു നമ്പറാണ് കോംപ്ലക്സ് നമ്പർ. i എന്ന് പറഞ്ഞാൽ √-1, പിന്നെ എയും ബിയും റിയൽ നമ്പേഴ്സ്. ഇനി ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും z എന്ന അക്ഷരമിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ z = a + ib. a ഈസ് റിയൽ പാർട്ട്, b ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് z = a + ib. z = a + ib എന്ന കോംപ്ലക്സ് നമ്പറിന് റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. റിയൽ പാർട്ട് i ഇല്ലാത്ത ഭാഗം a, ഇമാജിനറി പാർട്ട് i ഉള്ള ഭാഗത്ത് i ഒഴിവാക്കിയിട്ടുള്ളത്, അതായത് b മാത്രം. i കൂടെ ചേർത്ത് പറയരുത്. i ഉള്ള ഭാഗത്ത് i ഒഴിവാക്കിയത്, അതായത് b മാത്രം. ഇഫ് z = a + ib, റിയൽ z, റിയൽ പാർട്ട് ഓഫ് z, അതാണ് റിയൽ z എന്ന് ചുരുക്കി പറയണത്, REZ, അത് a. ഇമാജിനറി z, IMZ, അത് b. If z = a + ib is a complex number, then modulus of z is mod z. mod z കാണാൻ √ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇമാജിനറി പാർട്ട് i ഉള്ള ഭാഗത്ത് വരുന്ന iയുടെ കൂടെ വരുന്ന നമ്പർ മാത്രമാണ്. ഇത് -ib ആണെങ്കിൽ iക്കല്ല ആ മൈനസ് എടുക്കേണ്ടത്, ബിക്കാണ് ആ മൈനസ് എടുക്കേണ്ടത്. അപ്പോൾ b അല്ല ഇമാജിനറി പാർട്ട്, -b ആണ് ഇമാജിനറി പാർട്ട്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് mod z, അത് കാണാൻ √ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ, അതായത് √(a² + b²). അഡീറ്റീവ് ഇൻവേഴ്സ് ഓഫ് z ഈസ് -z. z a + ib ആണെങ്കിൽ -z മൊത്തത്തിൽ മൈനസ് എടുക്കുക, -a -ib. കോഞ്ചുഗേറ്റ് ഓഫ് z ഈസ് z ബാർ. z ബാർ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റുക, a -ib. കോഞ്ചുഗേറ്റ് ഓഫ് z സിമ്പിളാണ് z ബാർ. അത് കാണാൻ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റുക, a -ib. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z ഈസ് z ഇൻവേഴ്സ് ഓർ 1/z. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z ഈസ് z ഇൻവേഴ്സ് ഓർ 1/z. ഇത് കാണാനുള്ള ഫോർമുല z⁻mod z². z⁻mod z². രണ്ട് സിമ്പിളുണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z-ന്. ഒന്ന് z ഇൻവേഴ്സ്, ഒന്ന് 1/z.
ഇത് കാണാനുള്ള ഫോർമുല ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ. ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ കോഞ്ചുഗേറ്റ് ഓഫ് ഇസഡ്, ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റുമ്പോൾ കിട്ടുന്നത്. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇസഡ് റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. ഇനി ഇസഡും ഇസഡ് ബാറും കൂടെ ഗുണിച്ചാൽ എന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും കൂടെ ഗുണിച്ചാൽ മോഡ് ഇസഡിൻ്റെ സ്ക്വയർ കിട്ടും. ഇസഡും ഇസഡ് ബാറും കൂടെ ഗുണിച്ചാൽ മോഡ് ഇസഡിൻ്റെ സ്ക്വയർ കിട്ടും. മോഡുലസ് ഓഫ് ഇസഡ് 1 ഇസഡ് 2 എന്ന് പറയുന്നത് മോഡ് ഇസഡ് 1 ഇൻറ്റു മോഡ് ഇസഡ് 2 ആണ്. അതായത് ഇസഡ് 1 ഒരു കോംപ്ലക്സ് നമ്പർ, ഇസഡ് 2 അതുപോലെ വേറൊരു കോംപ്ലക്സ് നമ്പർ. ആ രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഗുണന എന്ന ക്രിയ നടത്തി രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഗുണിച്ചാൽ വേറൊരു കോംപ്ലക്സ് നമ്പറായിട്ട് മാറും, വേറെ ഒരു കോംപ്ലക്സ് നമ്പറായിട്ട് മാറും. ആ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടും. കോംപ്ലക്സ് നമ്പർ മാറി മോഡുലസ് എടുക്കുമ്പോൾ കിട്ടുന്നത് സംഖ്യയാണ്, റിയൽ നമ്പറാണ്. അത് ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ ഇസഡ് 1ൻ്റെ മോഡുലസ് ആയിട്ട് വരുന്ന സംഖ്യ ഇൻറ്റു രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ ഇസഡ് 2ൻ്റെ മോഡുലസ് ആയിട്ട് വരുന്ന സംഖ്യ. ഇപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിലാണ് ഈ ഭാഗത്ത് ഗുണിക്കുന്നതായിട്ട് വരുന്നത്. ഇത് രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഗുണിച്ചിട്ട് കിട്ടുന്ന പുതിയ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എടുക്കുന്നു, അന്നേരം അത് സംഖ്യയായിട്ട് മാറുന്നു. അപ്പോൾ ഈ LHC വന്ന സംഖ്യയും RHC രണ്ട് സംഖ്യകളുടെ ഗുണനവും വന്നു. അവ ഫലത്തിൽ സെയിം ആണ്. മോഡ് ഇസഡ് 1 ഇസഡ് 2 സമം മോഡ് ഇസഡ് 1 ഇൻറ്റു മോഡ് ഇസഡ് 2, ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ സമം മോഡ് ഇസഡ് സ്ക്വയർ. 0 പ്ലസ് 0 i, ഇങ്ങനെ i ഉള്ള നമ്പറാണ് കോംപ്ലക്സ് നമ്പർ. i വരുത്തണം. i ഇടാൻ ഒന്നുമില്ലെങ്കിൽ 0 i എന്നെങ്കിലും കൊടുത്ത് i വരുത്തണം. 0 പ്ലസ് 0 i ഈസ് അഡീറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ എവരി കോംപ്ലക്സ് നമ്പർ ഇസഡ്. ഏതൊരു കോംപ്ലക്സ് നമ്പർ ഇസഡിൻ്റെയും അഡീറ്റീവ് ഐഡൻറ്റിറ്റി എഴുതാൻ പറഞ്ഞാൽ 0 പ്ലസ് i0 എന്നും പറയാം, 0 i എന്നും പറയാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ എവരി കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈസ് 1 പ്ലസ് 0 i ഓർ 1 പ്ലസ് i0. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ എവരി കോംപ്ലക്സ് നമ്പർ ഇസഡ്. ഇനി കോംപ്ലക്സ് നമ്പർ രണ്ടെണ്ണം എടുത്തു, ഇസഡ് 1 ഇസഡ് 2. ആദ്യത്തെ a പ്ലസ് ib, രണ്ടാമത്തെ c പ്ലസ് id. അപ്പോൾ ഇസഡ് 1 ഈസ് ഇക്വൽ ടു a പ്ലസ് ib ആൻഡ് ഇസഡ് 2 ഈസ് ഇക്വൽ ടു c പ്ലസ് id. രണ്ട് കോംപ്ലക്സ് നമ്പർ കൂട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം. ഇസഡ് 1 പ്ലസ് ഇസഡ് 2 എന്ന് പറഞ്ഞാൽ അവയുടെ രണ്ടിലെ റിയൽ പാർട്ടുകൾ തമ്മിൽ കൂട്ടുക, a പ്ലസ് c പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ കൂട്ടുക, b പ്ലസ് d. റിയൽ പാർട്ടുകൾ തമ്മിൽ കൂട്ടുക, a പ്ലസ് c പ്ലസ് i ഇൻറ്റു രണ്ടിലെയും ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ കൂട്ടുക, b പ്ലസ് d. ഒരു കോംപ്ലക്സ് നമ്പർ തമ്മിൽ കുറയ്ക്കാൻ പറഞ്ഞാൽ റിയൽ പാർട്ടുകൾ തമ്മിൽ കുറയ്ക്കുക, a മൈനസ് c പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ കുറയ്ക്കുക, b മൈനസ് d. റിയൽ പാർട്ട് തമ്മിൽ കുറയ്ക്കുക, പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട് തമ്മിൽ കുറയ്ക്കുക. രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഗുണിക്കാൻ പറഞ്ഞാൽ ബ്രാക്കറ്റ് മാറ്റി വെറുതെ ഗുണിക്കുവാണ്. ഇത് രണ്ടും കൂടെ ബ്രാക്കറ്റ് മാറ്റി ഗുണിക്കാൻ നിങ്ങൾക്കറിയാം. ആദ്യത്തെ ബ്രാക്കറ്റിലെ a കൊണ്ട് രണ്ടാം ബ്രാക്കറ്റ് കംപ്ലീറ്റ് ഗുണിച്ചു, അപ്പോൾ AC വരും, പിന്നെ a ഇൻറ്റു ID വരും. അതാണ് ഈ കിടക്കുന്നത്, a ഇൻറ്റു ID. ഇത് a ഇൻറ്റു ID. ഈ ഐയും ഈ ഐഡിയും കൂടെ ഗുണിച്ചാണ് a ഇൻറ്റു ID. പിന്നെ IB കൊണ്ട് ആദ്യത്തെ ബ്രാക്കറ്റിൽ IB കൊണ്ട് രണ്ടിനെയും ഗുണിക്കും, അപ്പോൾ I ഇൻറ്റു BC വരും. ഈ കിടക്കണം I ഇൻറ്റു BC. പിന്നെ IBയും IDയും കൂടെ ഗുണിക്കുമ്പോൾ I സ്ക്വയർ BD വരും. I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്, അപ്പോൾ മൈനസ് BD വരും. അങ്ങനെ റിയൽ പാർട്ട് തന്നെ എഴുതി പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട് തന്നെ എഴുതി വെച്ചേക്കണതാണിത്. അപ്പോൾ ഇസഡ് 1 ഇസഡ് 2 ഗുണിച്ചാൽ a പ്ലസ് IB ഒരു ബ്രാക്കറ്റ് ഇടുക, ഇൻറ്റു c പ്ലസ് ID വേറെ ബ്രാക്കറ്റ് ഇടുക, ബ്രാക്കറ്റുകൾ തമ്മിൽ ഗുണിക്കുക. ഗുണിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് AC മൈനസ് BD പ്ലസ് i ഇൻറ്റു AD പ്ലസ് BC. ഐ ഉള്ള ഈ രണ്ട് ടേം വരും, ഐ ഇല്ലാത്ത ഈ രണ്ട് ടേം വരും.
ഇവിടെ ഐയില പോയതല്ല, I² വന്നതാണ്. I² -1 ഇട്ടപ്പോൾ -1 × BD വന്നിട്ട് ഫലത്തിൽ ഐ ഇല്ലാത്ത ഭാഗം ആയിട്ട് മാറി. അത് റിയൽ പാർട്ട്, ഐ ഉള്ള ഭാഗം ഇമാജിനറി പാർട്ട്. ഇപ്പോൾ 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഗുണിക്കുമ്പോൾ വേറെ കോംപ്ലക്സ് നമ്പറാണ് കിട്ടുന്നത്. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് AC - BD, ഇമാജിനറി പാർട്ട് BC + AD എന്നേ പറയുള്ളൂ. ഐ ഉള്ള ഭാഗം ഐ ഇല്ലാതെ പറയുന്നതാണ് ഇമാജിനറി പാർട്ട്. നിങ്ങൾക്ക് ബ്രാക്കറ്റ് മാറ്റി ഗുണിക്കാം അറിയാമെന്ന് വിചാരിക്കുന്നു. Z1 Z ഗുണിക്കുമ്പോൾ A + IBക്ക് ഒരു ബ്രാക്കറ്റ് ഇൻറ്റു C + ID, അടുത്ത ബ്രാക്കറ്റ്. ആദ്യത്തെ ബ്രാക്കറ്റിലെ A കൊണ്ട് രണ്ടാം ബ്രാക്കറ്റ് കംപ്ലീറ്റ് ഗുണിക്കുക. അപ്പോൾ AC വരും പ്ലസ് IAD വരും. അതിവിടെ ആയി പോയി എഴുതിയതെന്നേ ഉള്ളൂ. പിന്നെ ആദ്യത്തെ ബ്രാക്കറ്റിലെ IB കൊണ്ട് രണ്ടാം ബ്രാക്കറ്റ് ഗുണിക്കുമ്പോൾ IBC വരും. അതിവിടെയായി. പിന്നെ ഇതും കൂടെ ഗുണിക്കുമ്പോൾ I² BD വരും. പക്ഷേ I²ൻ്റെ വില -1 ആണ്. അങ്ങനെ -1 × BD -BD വരും. അങ്ങനെ AC - BD എന്ന റിയൽ പാർട്ട് പ്ലസ് I × BC + AD എന്ന ഇമാജിനറി പാർട്ട്. 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഹരിക്കാൻ A + IB/C + ID ആണല്ലോ ഇവിടെ വരുന്നത്. താഴത്തേൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുകയാണ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഹരണം ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ അതേപടി അങ്ങ് എഴുതിയിട്ട് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റിനകത്ത് പഠിച്ചു. ഇമാജിനറി പാർട്ടിൻ്റെ സൈ മാറ്റുന്ന സാധനമാണ് കോഞ്ചുഗേറ്റ്. കോഞ്ചുഗേറ്റ് ഓഫ് Z ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം ഇതിൻ്റെ ഈ കോഞ്ചുഗേറ്റ് കാണുമ്പോൾ ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റുന്നു. ആ താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുന്നു. അപ്പോൾ C - ID കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുന്നു. മുകളിലത്തെ തമ്മിൽ ഗുണിക്കും, താഴത്തെ തമ്മിൽ ഗുണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിക്കോളും. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യം മനസ്സിലാവും. അപ്പോൾ ഹരണത്തിൽ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ അതേപടി എടുത്ത് എഴുതിയിട്ട് താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. അപ്പോൾ വില വ്യത്യാസം ഇല്ല. ഒരേ കാര്യം കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുമ്പോൾ വില വ്യത്യാസം ഇല്ല. അത് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. C + ID ആണ് താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പർ. അതിൻ്റെ കോഞ്ചുഗേറ്റ് C - ID ആണ്. അതുകൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുന്നു. 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഗുണിക്കാൻ അപ്പോൾ ഇതുപോലെ ബ്രാക്കറ്റ് ഇങ്ങനെ A + IBയും C + IDയും കൂടെ ഗുണിക്കുക എന്ന് വെച്ചാൽ ഇതുപോലെ വരും. ഇവിടെ പ്ലസ് ഇടുന്ന കാര്യം വരും. എന്നിട്ട് ബ്രാക്കറ്റ് മാറ്റി ഗുണിക്കുന്നു. എന്നിട്ട് ഐ ഇല്ലാത്ത റിയൽ പാർട്ട് പ്ലസ് I × ഇമാജിനറി പാർട്ട് അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. 2 കോംപ്ലക്സ് നമ്പർ കൂട്ടാനായിട്ട് രണ്ടിലെ റിയൽ പാർട്ട് തമ്മിൽ കൂട്ടിവയ്ക്കും, പ്ലസ് I ഇടും, ഇമാജിനറി പാർട്ട് തമ്മിൽ കൂട്ടിവയ്ക്കും. 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ കുറയ്ക്കാൻ രണ്ടിലെ റിയൽ പാർട്ട് തമ്മിൽ കുറച്ച് വയ്ക്കും. ആദ്യത്തിൽ നിന്ന് വേണമല്ലോ രണ്ടാമത്തെ കുറയ്ക്കാൻ. പ്ലസ് I × രണ്ടിലെയും ഇമാജിനറി പാർട്ട് തമ്മിൽ കുറച്ച് വയ്ക്കും, B - D. അപ്പോൾ 4 ക്രിയകളാണ് 2 കോംപ്ലക്സ് നമ്പറിൻ്റെ ഇടയ്ക്കുള്ളത്. കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ. We can represent the complex number Z = S + IY in the XY plane as the point XY. ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് XY പ്ലെയിനിൽ തന്നെ സൂചിപ്പിക്കാം. റിയൽ പാർട്ട് X കോർഡിനേറ്റായിട്ടും ഇമാജിനറി പാർട്ട് Y കോർഡിനേറ്റായിട്ടും വരുന്ന ഒരു പോയിൻറ്റിൻ്റെ രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത്. The plane having a complex number assigned into each of its points is complex plane or the argand plane. അപ്പോൾ ഏത് പ്ലെയിനിലാണോ നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ സൂചിപ്പിക്കുന്നത്, Z = S + IY എന്ന കോംപ്ലക്സ് നമ്പറിനെ റിയൽ പാർട്ട് S കോർഡിനേറ്റായിട്ട് Xും ഇമാജിനറി പാർട്ട് Y കോർഡിനേറ്റായിട്ട് Yയും എഴുതി പോയിൻറ്റിൻ്റെ രൂപത്തിൽ ഇവിടെയാണ് ആ കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ഥാനം. അപ്പോൾ ഇവിടെ XY എന്ന പോയിൻ്റ് വന്നാൽ ഒറിജിൻ മുതൽ ഇവിടെ വരെ X യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ X ഇവിടെ എടുത്തത്. പിന്നെ ഒറിജിൻ മുതൽ ഇവിടം വരെ Y യൂണിറ്റും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പോയിൻ്റ് XY ഇവിടെ വന്നത്. അങ്ങനെ സൂചിപ്പിക്കുന്ന ഈ XY പ്ലെയിൻ, X അക്ഷം Y അക്ഷമുള്ള ഈ പ്ലെയിൻ്റെ പേരാണ് കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ ആർഗൻറ്റ് പ്ലെയിൻ. പിന്നെ നമ്മൾ ഈ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഇത് ഈ Z = S + IY എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് അല്ലാതെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇവിടം വരെ X, ഇത് Y എന്ന് വെച്ചാൽ ഇതും Y. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇത് X, ഇത് Y.
അപ്പോൾ ഈ ഡയഗണൽ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. √(x² + y²). Z = s + iy എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് ആണത് √(x² + y²). അതുകൊണ്ട് ഈ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്ന ഈ ഭാഗം mod z ആണ്. അത്രയേ ഉള്ളൂ. ഒരു കോംപ്ലക്സ് നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്ലെയിൻ്റെ പേര് കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ ആർഗൻറ്റ് പ്ലെയിൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. ആദ്യം മുതൽ ഒന്നുകൂടെ വേഗം പറഞ്ഞേക്കാം. ഇത്രയും നോട്ട് എഴുതി പഠിക്കണം. i√-1, അപ്പോൾ i² -1. -1ൻ്റെ റൂട്ടാണ് i ഇമാജിനറി നമ്പർ. i ഉള്ള ഏതൊരു നമ്പറും കോംപ്ലക്സ് നമ്പർ എന്ന് അറിയപ്പെടുന്നു. i⁴k 1, i⁴k + 1 i, i⁴k + 2 -1, i⁴k + 3 -i, k ഇൻറ്റിജർ. i⁴ മൾട്ടിപ്പിൾ 1, i⁴ മൾട്ടിപ്പിളിലൂടെ 1 കൂട്ടുന്നത് i, i⁴ മൾട്ടിപ്പിളിലൂടെ 2 കൂട്ടുന്നത് -1, i⁴ മൾട്ടിപ്പിളിലൂടെ 3 കൂട്ടുന്നത് -i. അപ്പോൾ ഇങ്ങനെ ഏത് ചോദിച്ചാലും 4ൻ്റെ മൾട്ടിപ്പിളിലൂടെ കൂട്ടുന്നതായിട്ട് വരുത്തണം, ഒരിക്കലും കുറയ്ക്കുന്നതായിട്ട് വരുത്തരുത്. എ നമ്പർ ഓഫ് ദി ഫോം a + ib ഈസ് കോംപ്ലക്സ് നമ്പർ. a and b are real numbers. It is denoted by z a + ib. a is real part and b is imaginary part. If z is equal to a + ib, റിയൽ ഓഫ് z, റിയൽ പാർട്ട് ഓഫ് z ചുരുക്കി എഴുതുന്നതാണ് RZ, അത് a. ഇമാജിനറി പാർട്ട് ഓഫ് z ചുരുക്കി എഴുതുന്നതാണ് IMZ, അത് b. z a + ib ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ മോഡുലസ് ഓഫ് z ഈസ് mod z, √(a² + b², റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. ഇത് z ഈസ് ഇക്വൽ ടു 3 - 4i എന്നാണെന്ന് ഇരിക്കട്ടെ. 3 - 4i. അപ്പോൾ 3 റിയൽ പാർട്ട്, -4 ഇമാജിനറി പാർട്ട്. i ഉള്ള ഭാഗം i ഇല്ലാതെ പറയുമ്പോൾ ആ മൈനസ് സംഖ്യയുടെ കൂടെ വരുന്നു. -4 ഇമാജിനറി പാർട്ട്. അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ √3ൻ്റെ സ്ക്വയർ + -4ൻ്റെ സ്ക്വയറാണ് എടുക്കേണ്ടത്. അഡീറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇസഡിന് -z എന്ന സിമ്പിളാണ്. -z മൊത്തത്തിൽ -i -ib. കോഞ്ചുഗേറ്റ് ഓഫ് ഇസഡിൻ്റെ സിമ്പിൾ z ആണ്. അത് ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറുന്നു, a - ib. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇസഡിന് 2 സിമ്പിളുണ്ട്, z ഇൻവേഴ്സ് ഓർ 1/z, അങ്ങനെ 2 സിമ്പിളുണ്ട്. z ഇൻവേഴ്സ് എന്നുണ്ട്, 1/z എന്നുമുണ്ട്. അത് കാണാനൊരു ഫോർമുലയുണ്ട്, z⁻/mod z², z⁻/mod z². ഇസഡും z⁻ഉം കൂടെ ഗുണിച്ചാൽ mod z² കിട്ടും. മോഡുലസ് ഓഫ് z1 × z2, mod z1 × mod z2. നിങ്ങൾ ചിന്തിക്കണം, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ ഈ ക്രിയ ചെയ്യുമ്പോൾ നമുക്കൊരു സംഖ്യയാണ് കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് z1 z2 2 കോംപ്ലക്സ് നമ്പർ ഗുണിച്ച് കിട്ടുന്ന പുതിയ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എടുത്ത് കിട്ടുന്ന സംഖ്യയാണ് LHS. ഇത് z1 എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മാത്രം മോഡുലസ് എടുത്ത് കിട്ടുന്ന സംഖ്യ ഇൻറ്റു z2 എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മാത്രം മോഡുലസ് എടുക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ. ആ 2 സംഖ്യ ഗുണിക്കുന്നു. അപ്പോൾ LHSൽ വരുന്ന സംഖ്യയും RHSൽ വരുന്ന സംഖ്യയും സെയിം ആണ്. അഡീറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ എവരി കോംപ്ലക്സ് നമ്പർ z 0 + i0. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ എവരി കോംപ്ലക്സ് നമ്പർ z 1 + i0. z1 a + ib, z2 c + id ആണെങ്കിൽ 4 ക്രിയ ആ 2 കോംപ്ലക്സ് നമ്പറിൻ്റെ ഇടയ്ക്കുണ്ട്. കൂട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം. കൂട്ടാൻ 2ലെ റിയൽ പാർട്ട് തമ്മിൽ കൂട്ടുക, +i ഇടുക, ഇമാജിനറി പാർട്ട് തമ്മിൽ കൂട്ടുക. കുറയ്ക്കാൻ 2ലെ റിയൽ പാർട്ട് തമ്മിൽ കുറയ്ക്കുക, +i ഇടുക, ഇമാജിനറി പാർട്ട് തമ്മിൽ കുറയ്ക്കുക. ആദ്യത്തേൽ നിന്ന് വേണം രണ്ടാമത്തെ കുറയ്ക്കാൻ. z1 - z2 ആയതുകൊണ്ട് 2 കോംപ്ലക്സ് നമ്പറിൽ ഗുണിക്കാൻ ഇവ രണ്ടും കൊണ്ട് അടുത്തടുത്ത് 2 ബ്രാക്കറ്റിൽ ഗുണിക്കുന്നതായിട്ട് കാണിക്കുക. a കൊണ്ട് 2ാം ബ്രാക്കറ്റ് കംപ്ലീറ്റ് ഗുണിച്ച ശേഷം +ib കൊണ്ട് 2ാം ബ്രാക്കറ്റ് കംപ്ലീറ്റ് ഗുണിക്കുക. എന്നിട്ട് i ഇല്ലാത്ത ഭാഗം റിയൽ പാർട്ടായിട്ടും +i × ഇമാജിനറി പാർട്ടായിട്ടും എഴുതുക. ഹരിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഹരണത്തിൻ്റെ രൂപത്തിൽ എഴുതിയിട്ട് താഴെ കിടക്കുന്ന അതേപടി എഴുതുക. എന്നിട്ട് താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. അതാണ് ഹരണത്തിന് വേണ്ടി ചെയ്യേണ്ടത്.
അപ്പോൾ 2 കോംപ്ലക്സ് നമ്പർ മുകളിൽ ഗുണിച്ചെടുക്കണം. ഗുണിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. താഴെ 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഗുണിച്ചെടുക്കണം. താഴത്തെ ഗുണിക്കുമ്പോൾ അത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന രൂപം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ ഗുണിക്കാം. എന്തായാലും അവിടെ ഐ സ്ക്വയർ ഒക്കെ വരുന്നുണ്ട്. സി സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഡി സ്ക്വയർ ഇങ്ങനെ വരുമ്പോൾ ഐ സ്ക്വയറിന് -1 എന്ന വിലകൾ കൊടുക്കുമ്പോൾ താഴെ ശരിക്കും ഒരു റിയൽ നമ്പറായിട്ട് മാറിക്കോളും. അങ്ങനെ വന്ന് ഹരണം ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ അതേപടി എഴുതിയിട്ട് താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുവാണ് ഹരണത്തിന് ചെയ്യേണ്ടത്. ഒരു കോംപ്ലക്സ് നമ്പർ എസ് പ്ലസ് ഐ വൈയെ എക്സ് വൈ എന്ന പോയിൻ്റ് കൊണ്ട് കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ ആർഗൻറ്റ് പ്ലെയിനെ സൂചിപ്പിക്കാം. എക്സ് വൈ എന്ന പോയിൻ്റ് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടാണ്. അങ്ങനെ സൂചിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്നതിൻ്റെ ഡയഗണൽ എന്ന് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് √(x² + y² ആണ്. ഇത് എക്സും ഇത് വൈയുമാണ്. ഈ പൊക്കം വൈയുമാണ്. അപ്പോൾ √(x² + y² എന്ന് പറയുന്നതാണ് ഈ ഹൈപ്പോട്ടന്യൂസ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ച് അതാണ് മോഡിസഡ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോട്ട് എഴുതിയെടുത്ത് പഠിക്കേണ്ടത്. നാളത്തേക്ക് കോംപ്ലക്സ് നമ്പർ 11 ഫോർമുലയും പഠിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിച്ചോളണം.